Hello everyone, welcome back to my YouTube channel known as Bits by Bits Lumira. So, എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്ന ആൾക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ ഡിഫറെൻറ്റ് കണ്ടൻറ്റ്സ് ആയിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ലൈക്ക് ചില ആൾക്കാർ എൻ്റെ ബുക്ക് റിവ്യൂസ് കണ്ടിട്ടുണ്ടാവും, ചിലർ എൻ്റെ ഞാനിപ്പം കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ് ചിലത് അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഐ ടേക്ക് എ ലോഡ് ഓഫ് ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതൊരു സീരീസ് ആയിരിക്കും, ഇത് ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് തന്നെയാണ് മാറ്റാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ പറയുന്ന കണ്ടൻറ്റ്സ് ഭയങ്കര ലെജിറ്റിമേറ്റ് കണ്ടൻറ്റ്സ് തന്നെയായിരിക്കും ഞാൻ തരുന്നുണ്ടാവും. പക്ഷേ അതിന് 100% അക്യുറസി ഉണ്ടെന്നും ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ചെക്ക് ദ റിസോഴ്സസ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലെജിറ്റിമേറ്റ് ആയിട്ട് റിസോഴ്സസ് ആർ അവൈലബിൾ. സോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ കമ്മിങ് ഹിയർ, ഇന്ന് ഐ എം ഗോണ ടോക്ക് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ബേസിക്കലി ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ബിക്കോസ് ഐ എം എൻ ഇന്ത്യൻ സിറ്റിസൺ. ഡെഫിനറ്റ്ലി ഞാൻ ഇന്ത്യയെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഇന്ന് ഞാനിവിടെ ഇന്നല്ല, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ്സും ബേസിക്കലി ഞാൻ പഠിച്ചതും ഒരു സാറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതും പഠിച്ചതും. സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ എക്സാക്ട്ലി പറയണമെന്നും എനിക്ക് പറ്റില്ല. പക്ഷേ ഞാൻ അതിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് എ റീസൺ വൈ ഐ ആം ഷെയറിങ് ദിസ്. താങ്കിങ് എന്നെ പഠിപ്പിച്ച സാറിനും. അതുപോലെ തന്നെ ഞാൻ ബുക്സൊക്കെ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്നിപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഇത്ര ഡെഫിനേഷൻ, ഇത്ര ഡിസ്ക്ലെയിമറൊക്കെ തന്നത്. ബിക്കോസ് ഐ നീഡ് ടു സേ ദിസ് ടു യു ഗൈസ്. പക്ഷേ അതിനപ്പുറം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണെന്ന് പറഞ്ഞു. സോ വെൻ വി ടോക്ക് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു സ്റ്റേറ്റ് എന്നാണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാനത്തെ കുറിച്ചല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രം എന്താണെന്നാണ്. സോ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആണെന്ന് പറയാം. ആൻഡ് ഈ രാഷ്ട്രത്തിന് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രത്തിന് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കണം. ഒരു ടെറിട്ടറി ഉണ്ടായെന്ന് വെച്ചിട്ട് രാഷ്ട്രമാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രമാവുന്നില്ല. ബേസിക്കലി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ അഗൈൻ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ടെറിട്ടറി ഉണ്ടായെന്ന് വെച്ചൊരു രാഷ്ട്രം ഉണ്ടാവുന്നില്ല. അവിടെ താമസിക്കാൻ ഒബ്വിയസ്ലി പീപ്പിൾ ഉണ്ടായിരിക്കണം. ഇനി പീപ്പിൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു രാഷ്ട്രമാവുന്നില്ല. ഒരു ടെറിട്ടറിയും പീപ്പിൾ ഉണ്ടെന്ന് വെച്ചിട്ട് രാഷ്ട്രമാവുന്നില്ല. അവിടെ ഗവേൺ ചെയ്യാൻ ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കണം. ഗവൺമെൻറ്റും പീപ്പിളും ടെറിട്ടറി ഉണ്ടായെന്ന് വെച്ചൊരു രാഷ്ട്രം ഉണ്ടാവുന്നില്ല. അവിടെ ആ ഗവൺമെൻറ്റിനും ഒരു സോവേണിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, അവിടെ ഒരു രാഷ്ട്രം ബിൽഡപ്പ് ആവുന്നുള്ളൂ എന്നുള്ള ഒരു ബേസിക് ധാരണ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. സോ ഈ ഒരു ബേസിക് ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ് എന്താണ് രാഷ്ട്രം എന്നുള്ളത്. സോ ഇവിടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് വി ആർ സ്റ്റാർട്ടിങ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ആദ്യം അറിയണത്. സോ എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്, ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ ഓർ എ ബേസിക് ലോ ആണ്, അക്കോർഡിംഗ് ടു വിച്ച് എ ക്യാപിറ്റൽ സ്റ്റേറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് ഗവേൺഡ്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ബേസിക്കലി പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിളുണ്ട്, അതുപോലെ തന്നെ പാർട്ടുണ്ട്, പിന്നെ സ്കെഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ആദ്യം ആർട്ടിക്കിൾസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സിംഗിൾ പ്രൊവിൻഷ്യൻ, ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സിംഗിൾ പ്രൊവിൻഷ്യനെയാണ് നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. വി ഹാവ് ഹേർഡ് അബൌട്ട് ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ
19 ആർട്ടിക്കിൾ, അങ്ങനെ നമ്മൾ പല ആർട്ടിക്കിൾസിൻ്റെ പേര് കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പം ഇതൊക്കെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്രൊവിൻഷനെയാണ് നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് ആണ്. അതായത് ഒരുപാട് ആർട്ടിക്കിൾസ് ചേർന്നിട്ട് ഒരു പാർട്ട് ഉണ്ടാവുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാർട്ട് 4, പാർട്ട് 3 ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നില്ലേ, പാർട്ട് 3 ഇന്ന ആർട്ടിക്കിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് പാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്കെഡ്യൂൾസ് ഉണ്ട്. സ്കെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഓരോ എക്സ്പ്ലനേഷൻസ് ഓർ ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ, നമുക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രിയാമ്പിൾ, ഫസ്റ്റ് ആമുഖം ഓർ പ്രിയാമ്പിൾ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആ പാർട്ടിൽ നമ്മൾ ആർട്ടിക്കിൾ 1 to 5 ആണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ആൻഡ് ഇൻ ദാറ്റ് ഫസ്റ്റ് പാർട്ട് വി ആർ ഡീലിംഗ് വിത്ത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആണ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇനി അതിനുശേഷം വരുവാണെങ്കിൽ പാർട്ട് 2 ആണ്. പാർട്ട് 2-ൽ നമ്മൾ സിറ്റിസൺസിനെ കുറിച്ചാണ് പഠിക്കുന്നത്, വിച്ച് ഇസ് ആർട്ടിക്കിൾ 5 to 11 ആണ് സിറ്റിസൺസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇനി പാർട്ട് 3 എടുക്കുകയാണെങ്കിൽ പാർട്ട് 3-ൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് എഴുതി വെച്ചേക്കുന്നത്. തന്നെ ആർട്ടിക്കിൾ 12 to ആർട്ടിക്കിൾ 35 വരെയാണ് ഈ പാർട്ട് 3-ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് പാർട്ട് 4 ആണ്. ആൻഡ് പാർട്ട് 4 എന്ന് പറയുന്നത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. എന്താണെന്നുള്ളതൊക്കെ ഞാൻ വിശദമായി ഇനി വരാൻ പോകുന്ന പാർട്സിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ബേസിക് ധാരണ കിട്ടാനാണ് പറയുന്നത്. ഇനി അടുത്തത് പാർട്ട് 4A ഉണ്ട്. അതിൽ ആർട്ടിക്കിൾ 51A എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ആർട്ടിക്കിൾ 51A-ലാണ്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 5 ആണ്. അവിടെ നമ്മൾ യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ചും പാർട്ട് 6-ൽ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ചും പറയുന്നതായിരിക്കും. കറൻ്റ്ലി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 25 പാർട്സും 448 ആർട്ടിക്കിൾസും 12 സ്കെഡ്യൂൾസുമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബുക്കാണ്, ഒരു റിട്ടൺ ഒരു ബുക്കാണെന്നുള്ളത് ബേസിക്കലി മനസ്സിലാക്കേണ്ടതാണ്. ഇൻ ദ കേസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെറിട്ടറിനെ കുറിച്ചും ഇവിടുത്തെ സിറ്റിസൺസിൻ്റെ റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ് എന്നതിനെക്കുറിച്ചും, ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതായത് ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, അവരുടെ പവേഴ്സ് എന്താണെന്നും ഇങ്ങനെയാണ് ഇവിടെയുള്ള ലോ മേക്കിംഗ് പ്രൊസീജിയർ എന്നും ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്താണെന്നും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേച്ചർ എന്താ, സ്ട്രക്ചർ എന്താ മുതലായ കാര്യങ്ങളും നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡോക്യുമെൻ്റ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വായിച്ച് നമുക്ക് ഏകദേശം അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നതാണ്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നീഡഡ് ആയിട്ടുള്ള, എന്തിനാണ് നമ്മളെന്തിനാ ഈ ബുക്ക് എഴുതി വെച്ചേക്കുന്നത്, ഇത് എഴുതിയിട്ടില്ലെങ്കിലും ജീവിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ ഐ ഹാവ് എൻ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ടു. ഇതിൻ്റെ മെയിൻ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്കൊരു ട്രാഫിക് സിഗ്നൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മളെ വണ്ടികളൊക്കെ നമ്മൾ കറക്റ്റ് ഓടിച്ചു പോകുന്നതും, സിഗ്നലിൽ റെഡ് എത്തുന്ന സമയത്ത് നമ്മൾ നിർത്തും, പച്ച എത്തുമ്പം പോവും, റൈറ്റ്? അപ്പം അതുപോലെ തന്നെ ഒരു ട്രാഫിക് പോലീസ് ഉണ്ടാവും ട്രാഫിക് നിയന്ത്രിക്കാനൊക്കെ. അപ്പം ഇങ്ങനെ അതായത് നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ കോർഡിനേഷനിൽ പോകുന്നത്. ആ റൂൾസ് ഇല്ലെങ്കിൽ തോന്നിയ പോലെ വണ്ടി ഓടിക്കുകയും എന്തെങ്കിലും അപകടം വരാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്, റൈറ്റ്? അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ആ റൂൾസ് നമുക്കൊരു കോർഡിനേഷനും അതുപോലെ തന്നെ അഷ്വറൻസും തരുന്നുണ്ട്. ഒരു പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കോർഡിനേഷനും അഷ്വറൻസും ഉണ്ടാവണമെന്നില്ല. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിന് ഇപ്പം അൺലിമിറ്റഡ് പവർ കൊടുക്കാമെന്ന് വിചാരിച്ചോ, അതായത് അതിന് ഗവൺമെൻറ് നല്ല രീതിയിലും യൂട്ടിലൈസ് ചെയ്യാം, മോശം രീതിയിലും ഉപയോഗിച്ചൂടെ. അപ്പം നമ്മുടെ ഗവൺമെൻറ്റിനെ പവേഴ്സിനെ ലിമിറ്റ് ചെയ്യാനുള്ളൊരു, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഗവൺമെൻറ്റിനെ പവേഴ്സിനെ ലിമിറ്റ് ചെയ്യുന്ന, ലിമിറ്റ് ദ പവർ ഓഫ് ഗവൺമെൻറ്. ഇത് ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആര് ഏത് പവർ എടുക്കണമെന്നും ആർക്കൊക്കെ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പം നാളത്തെ ഒരു ഭയങ്കര പൈസയുള്ള ഒരാൾ വന്നിട്ട് പറയാം, നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് സ്ലേവറി അങ്ങനത്തെ പല സംഭവങ്ങളും പണ്ട് കാലങ്ങളിൽ നടന്നത് ബേസിക്കലി ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പേ നടന്നത് ഈ ഒരു പവർ ഇഷ്യൂസ് കൊണ്ടുള്ളതാണ്. ആർക്ക് ഡിസിഷൻ തോന്നിയവരൊക്കെ ഡിസിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ഹൂ ഹാസ് ദ പവർ ടു മേക്ക് ഡെസിഷൻ എന്നുള്ളത് ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്
ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ ബേസിക്കലി ഈ കാര്യം അവതാളത്തിലാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ ഓരോ ഗവൺമെൻറ് വരുന്ന സമയത്ത് ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, അതർ സെക്ടേഴ്സ് ഓഫ് ദി സൊസൈറ്റി, അവിടെയൊക്കെ കുറേ ഡെവലപ്മെൻറ്റ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം ഒരുപാട് ആസ്പിറേഷൻസും ഗോളും ഉണ്ടാവും. അതിനെ ഗവൺമെൻറ്റിനെ എനേബിൾ ചെയ്യുക എന്നുള്ളൊരു മെയിൻ ഡ്യൂട്ടി കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ ബേസിക്കലി ഈ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി പോകണമെന്നില്ല. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതിൻ്റെ ഒരു ചെറിയ ബ്രീഫ് ഹിസ്റ്ററി പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് എത്രയോ മുമ്പ് തന്നെ, അതായത് 1928 മോത്തിലാൽ നെഹ്റു ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. ആ കമ്മിറ്റിൻ്റെ പേരാണ് നെഹ്റു കമ്മിറ്റി. ഈ കമ്മിറ്റി ബേസിക്കലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ മുമ്പിൽ കണ്ടുകൊണ്ട് അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ലേറ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിനെയാണ് നമ്മൾ നെഹ്റു കമ്മിറ്റി എന്ന് പറയുന്നത്. പിന്നീട് 1934 MN റോയ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഇന്ത്യനാണ് MN റോയ്. ആള് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിമാൻഡ് ചെയ്യാണ് ബ്രിട്ടീഷേഴ്സിൻ്റെ അടുത്ത്. പിന്നീട് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫറിലാണ് നമുക്കൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്നത് ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. ആ സമയം വരെ, അതിന് മുമ്പേ എത്ര പേര് പറഞ്ഞിട്ടും വലിയ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓഗസ്റ്റ് ഓഫറിൻ്റെ സമയത്തായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അവരുടെ ഡിമാൻഡ് ഒന്ന് റെക്കഗ്നൈസ് തന്നെ ചെയ്യുന്നത്. പിന്നീട് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നൊരു മിഷൻ വന്നായിരുന്നു. അത് പ്രകാരം ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തരാം, പക്ഷെ അതിൽ ബ്രിട്ടീഷേഴ്സും ഇന്ത്യൻസും വേണം എന്നുള്ളതായിരുന്നു ഒരു തീരുമാനം. പക്ഷേ ഇത് നമ്മൾ റിജക്റ്റ് ചെയ്തു. പിന്നീട് ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞ മിഷൻ വഴിയാണ് നമുക്ക് ഇന്ത്യൻസ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത് 1946 വി ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. അതിനൊരു വർഷം മുമ്പെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. സോ ഇവിടെ പറയുകയാണെങ്കിൽ 1946 ഡിസംബറിലാണ് എന്ന് പറഞ്ഞാൽ, അതായത് 1947 ഓഗസ്റ്റിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിൻ്റെ മുമ്പത്തെ ഒരു വർഷം മുമ്പ് 1946 ഡിസംബറിലാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. അതിനുശേഷം 1949 നവംബറിലാണ് നമ്മളത് ക്ലോസ് ചെയ്യുന്നതും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇവിടുത്തെ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 299 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ പാർഷ്യലി ഇലക്ട് ചെയ്യുകയും പാർഷ്യലി നമ്മൾ നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പേ ഇന്ത്യയിൽ ബ്രിട്ടീഷ് പ്രൊവിൻസസ് ഉണ്ടായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്നും ആളുകളെ ഇൻഡയറക്ട്ലി ഇലക്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതേസമയം പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും അവിടുത്തെ റൂളർ ഒരാളെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഈ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ആ 10 ലക്ഷം ആളെ ഒരു മെമ്പർ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെയായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ വുമൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആ സമയത്ത് വളരെ കുറവായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. ആൻഡ് 17 മലയാളികൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആ സമയത്ത് പാർട്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. എന്തിനാ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായത്? ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കാരണമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഉണ്ടായേക്കുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് ആൻഡ് ലേൺ അബൌട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കുറേ മെമ്പേഴ്സൊക്കെ വന്നു. പക്ഷേ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേഴ്സൺസ് ഉണ്ട്. അവരുടെ കാര്യം നമ്മൾ എന്തായാലും മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇവിടെ പറയേണ്ട ഒരാളാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആൻഡ് ഇദ്ദേഹം ഒരു പ്രൊവിൻഷണൽ പ്രസിഡന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ താൽക്കാലികമായിട്ടുള്ളൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും. ആൻഡ് ഈ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് സീനിയർ മോസ്റ്റ് പേഴ്സൺ ആയിരുന്നു. ഈ ഫ്രഞ്ച് പ്രാക്ടീസസ് പ്രകാരം സീനിയർ മോസ്റ്റ് മെമ്പർ ആയിരിക്കും ടെമ്പററി ഈ പറഞ്ഞിരിക്കുന്ന പ്രിസൈഡിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ നമ്മൾ ഒരു ടെമ്പററി അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതി പറയുകയാണെങ്കിൽ പ്രൊവിൻഷ്യൽ പ്രസിഡൻ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് became the president of the Constituent Assembly. Note the point, he became the president of Constituent Assembly എന്നാണ് ഞാൻ പറഞ്ഞത്.
ലേറ്റർ ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ബട്ട് സ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും ഇദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. ആൻഡ് രണ്ടുപേര്, അതായത് HC മുഖർജിയും അതുപോലെ തന്നെ VT കൃഷ്ണമാചാരിയും വൈസ് പ്രസിഡൻസ് ആയിട്ട് അവിടെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയും സർ BN റാവു ബിക്കം ദ ലീഗൽ അഡ്വൈസർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇവിടുത്തെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസിൽ കുറേ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ ഹാൻഡിൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 3 Ds. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് ഡിബേറ്റ് ഉണ്ടാകും, പിന്നെ ഡിസ്കഷൻസ് നടക്കും, അതിനുശേഷം ഡെസിഷൻസ് എടുക്കും. ഇതായിരുന്നു ബേസിക്കലി ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇൻ നെക്സ്റ്റ് സെക്ഷനിൽ വിൽ ബി ലേണിംഗ് അബൌട്ട് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ ആസ് നമ്മുടെ മേജർ കമ്മിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അൺടിൽ ദെയർ ഇറ്റ്സ് ബൈ ഫ്രം മാളവിക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇഫ് യു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ബൈ ഫ്രം മാളവിക ആൻഡ് ഫ്രം മൈ ചാനൽ ബിറ്റ് ബൈ ബിറ്റ് ലൂമറ. So I love you all. Stay safe. Again, bye.